Hello guys, thanks for checking back on my channel, Mr. Chef. Arabic cuisine വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള അതുമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് മന്തി. മന്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രിക്കും അവരുടേതായ റെസിപ്പി ഉണ്ട്. സൗദിക്ക് അവരുടേതായ ചിക്കൻ മന്തിയുടെ റെസിപ്പി ഉണ്ട്, യമനുണ്ട്, ലെബനോൻ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, നമ്മളുടെ UAE അവരുടേതായ ഒരു പ്രത്യേക റെസിപ്പി ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുള്ള മന്തികളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് യമന്റെ മന്തിയാണ്. കാരണം ഇത് വളരെ വൈബ്രന്റ് കളറായിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറുള്ള ഒരു മന്തിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യമന്റെ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ മന്തി ഡിഷാണ്. അതുമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യൂവേഴ്സ് കുറേ പേര് എന്നോട് ചോദിച്ചത് മട്ടൻ്റെ മന്തി, അതുമാതിരി ചിക്കൻ്റെ മന്തി, ഈവൻ ബീഫിൻ്റെ മന്തി നമുക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് ഈ സെയിം റെസിപ്പി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഡിഷ് അല്ലെങ്കിൽ ഏത് മീറ്റ് വെച്ചിട്ടായാലും നമുക്ക് ഈ മന്തി ഡിഷ് പ്രിപ്പയർ ചെയ്യാം. നമ്മളുടെ റെസിപ്പി സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള മീറ്റ് ആഡ് ചെയ്ത് ഈ മന്തി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വൺ റെസിപ്പി നമുക്ക് എല്ലാ മീറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും മന്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മിസംബ്ലേഴ്സ് ആണ് ചെയ്യേണ്ടത്. മിസംബ്ലേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് മിസംബ്ലേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് മിസംബ്ലേഴ്സ് റെഡിയാക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ചിക്കൻ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫുൾ ചിക്കൻ 2 ഹാഫായിട്ടാണ് നമ്മളിന്ന് മന്തിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഒരു ഈസി വേ എന്ന് പറയുന്നത് ഒരു സിസർ എടുത്തതിന് ശേഷം ബാക്ക് ബോൺ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കളയാം. സിസർ നേരെ നമ്മൾ നടുക്കോടെ കട്ട് ചെയ്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ഇത് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മൂർച്ചയുള്ളൊരു സിസർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണുന്ന മാതിരി വളരെ ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നമ്മളിത് മാറ്റി വെക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ബാക്ക് ബോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ചിക്കൻ്റെ നടുക്ക് തന്നെ നമുക്കൊരു നല്ല ഷാർപ്പുള്ള നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബോണൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമുക്ക് 2 ഹാഫ് ചിക്കൻ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ചിക്കൻ എടുക്കാം. അപ്പോൾ ഞാനിന്ന് ബേസിക്കലി ഉപയോഗിക്കുന്നത് 2 ചിക്കനാണ്. ഇപ്പോൾ ഒരു ചിക്കൻ 900 ഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ വരെ ഉള്ള ചിക്കൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ മന്തി ഉപയോഗിക്കുമ്പോൾ ചിക്കൻ വിത്ത് സ്കിന്നാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സ്കിന്ന് കഴിക്കുന്നതിന് കുഴപ്പമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സ്കിന്ന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഇടാം. ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജാതിപത്രിയുടെ പൊടി, ഡ്രൈ ലെമൺ ചോപ്പ് ചെയ്തത് 1 അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുങ്കുമപ്പൂവാണ്. 1 ഗ്രാം വരെ ഉപയോഗിച്ചാലാണ് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു 1/2 ഗ്രാമും അതിനോട് കൂടെ 1/2 ടീസ്പൂൺ യെല്ലോ കളറും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ക്യൂബ് മാഗി സ്റ്റോക്കാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്. നമ്മൾ ഉപ്പിൻ്റെ അളവ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് ഇടാം. കാരണം വേറൊന്നുമില്ല, നമ്മുടെ മാഗി സ്റ്റോക്കിൽ നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ഉപ്പിടാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 1 സ്പൂൺ കറക്റ്റ് വരും. 3 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ഗീ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിതിൽ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കളറ് കയ്യിൽ പിടിക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. വളരെയധികം ചാൻസ് അല്ല, ഉറപ്പായിട്ടും പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം നിങ്ങളൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഇത് മിക്സ് ചെയ്യുക. മസാല ഇവിടെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല മിക്സ് ആവുന്ന മാതിരി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലുമാണ്.
അപ്പം നിങ്ങൾക്ക് ഗീ ഇല്ലാന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പകരമായിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗീയും അതുമാതിരി തന്നെ നമ്മളുടെ ഒലിവ് ഓയിലുമാണ്. ഇനി നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ മസാലയെല്ലാം നന്നായിട്ട് മീറ്റിൻ്റെ ഉള്ളിൽ പിടിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 2 to 3 hours നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ചിക്കൻ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളൊരു മീഡിയം സൈസിലുള്ള 3 ഒനിയൻ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബെൽ പെപ്പറാണ്. ബെൽ പെപ്പർ നമ്മൾ 2 രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് 3 ഡിഫറെൻറ്റ് കളറുള്ള ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് റെഡ് ക്യാപ്സിക്കം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് മന്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ഇടാം. നമ്മളുടെ ഗീ മെൽറ്റ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഒഴിക്കാം. നമ്മൾ ഒഴിച്ച ഗീയും ഓയിലും നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇതിലേക്ക് ഇടാം. ഒനിയൻ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒനിയൻ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഇത് നമ്മളുടെ ഒനിയൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽ പെപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒനിയൻ മാത്രം ആഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ക്യാപ്സിക്കം കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നല്ല ടേസ്റ്റ് കിട്ടാനും അതാണ് നല്ലത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഒനിയനും ക്യാപ്സിക്കവും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു സിമ്മറിലേക്ക് ഇട്ട് ഒരു 3 മിനിറ്റ് നേരം ലിഡ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 6 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമ്മളിന്ന് 6 കപ്പ് വെള്ളം ഒഴിക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ എടുത്തേക്കുന്നത് 4 കപ്പ് റൈസാണ്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാനിത് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക ഇതിലേക്ക്. അടുത്തായിട്ട് നമ്മൾ ലിഡ് ഒന്ന് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്ത സ്റ്റോക്കിലേക്ക് ഒരു 3 ഡ്രൈ ലെമൺ ഇതിലേക്ക് ഇടാം. അതിനുശേഷം നല്ലൊരു മസ്ലിൻ ക്ലോത്തിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലേക്ക് നമ്മളുടെ ഹോൾ സ്പൈസസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിന്ന് എടുത്തേക്കുന്നത് 4 ബേ ലീഫ്, മീഡിയം സൈസിലുള്ള 3 കറുവാപ്പട്ട, 10 ഏലക്ക, 12 കരാമ്പു, 1 ടേബിൾ സ്പൂൺ കുരുമുളകുമാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമ്മുടെ സ്പൈസസ് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മളൊരു എക്സ്ട്രാ മാഗി ക്യൂബും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ സ്റ്റോക്ക് നന്നായിട്ട് ബോയിൽ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മളുടെ സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളം നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. അടുത്തായിട്ട് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒത്തിരി സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുക, കാരണം നമ്മളുടെ റൈസ് ബ്രേക്ക് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ വെള്ളം നന്നായിട്ട് ഇത് വറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. നമ്മുടെ എക്സ്ട്രാ ഉള്ള സ്റ്റോക്ക് കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു പീസ് ചാർക്കോൾ അല്ലെങ്കിൽ ഒരു കനൽ കഷ്ണം എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മന്തിയുടെ നടുക്ക് ഇറക്കി വെക്കാം. ഇത് നമ്മൾ വെക്കുന്നത് ചെറിയൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാനാണ്. അടുത്തതായിട്ട് സിൽവർ ഫോയിൽ കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. എയർ ടൈറ്റുള്ള ഒരു ലിഡ് വെച്ച് അതിന് മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ വെച്ച് നമുക്കിത് 15 മിനിറ്റ് നേരം വളരെ സ്ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മന്തിക്ക് ആവശ്യമുള്ള ഒരു ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ റഫ്ലി കട്ട് ചെയ്തെടുത്ത 4 ടൊമാറ്റോ നമുക്ക് ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറിലേക്ക് ഇടാം. ഒരു 10 ഗ്രാം പുതിന, 10 ഗ്രാം മല്ലിയില, 2 ഗാർലിക്ക്, 2 മുളക്. അടുത്തതായിട്ട് നല്ല നീരുള്ള ഒരു 1.5 നാരങ്ങ ഇതിലേക്ക് പിഴിയാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്. അടുത്തായിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എക്സാക്റ്റ് റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാരണ്ടി പറയുന്നു നമ്മളുടെ ഈ ഡിഷിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഇതായിരിക്കും. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും സെയിം റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ബ്ലെൻഡറിന്റെ ലിങ്ക് ചോദിച്ച് കുറേ പേര് എനിക്ക് കമന്റ് സെക്ഷനിൽ എഴുതി ചോദിച്ചിരുന്നു. ഫൈനലി ഞാൻ നല്ലൊരു ഹാൻഡ് ബ്ലെൻഡറിന്റെ ബ്രാൻഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓർഡർ ചെയ്യുന്ന ആമസോൺ ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും. അതുമാതിരി നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും കാരണത്താൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വിതിൻ 1 മന്ത് വരെ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. നമുക്ക് ടൈം ഒത്തിരി സേവ് ചെയ്യാനും പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. അടുത്തതായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അറബിക് സാലഡാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയനും ക്യുക്കമ്പറും ടൊമാറ്റോയും അതുമാതിരി തന്നെ നമ്മളുടെ കൊറിയാൻഡർ ലീവ്സും കൂടെ നമുക്കൊരു ബോളിലേക്ക് ഇടാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല നീരുള്ള ഒരു നാരങ്ങ ഇതിലേക്ക് പിഴിയാം. നമ്മളുടെ മന്തി നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റമാണ്, കാരണം നമ്മൾ കുറേ അധികം ഗീ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന വെജിറ്റബിൾസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ, നമ്മൾ കഴിക്കുന്ന ഫാറ്റ് കട്ട് ചെയ്ത് കളയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അറബിക് കുക്കിങ്ങിലും അറബിക്കായുള്ള സാലഡിലും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സ്പൈസാണ് സുമാക്ക്. സുമാക്ക് നമ്മൾ 2 സ്പൂൺ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പൈസാണ്. ഇത് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസിലെ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കി ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമ്മളുടെ ചാർക്കോൾ എടുത്ത് ആദ്യം തന്നെ മാറ്റാം. ചിക്കൻ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മളുടെ സ്പൈസ് മിക്സ് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് മാറ്റാണ്. അടിപൊളിയായിട്ട് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ല വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്കിത് മുകളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സുമാക്കിന്റെ സാലഡ് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മളുടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കം ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത കുറച്ച് ലെമൺ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് നമ്മളുടെ ഡിഷ്. അതിനുശേഷം ചട്നി നമുക്ക് സെൻറ്ററിൽ തന്നെ വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസിയാണ്. ഇനി നമുക്ക് കുറച്ച് റൈസിനോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൊത്തത്തിൽ എല്ലാ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി വരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അതുമാതിരി തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക.
അതുമാതിരി തന്നെ കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതുമാതിരി തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള അടുത്ത ഡിഷിൻ്റെ പേരുകൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അടുത്തായിട്ട് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഒത്തിരി സജഷൻസ് കിട്ടുന്നുണ്ട്, എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാനത് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈവൻച്വലി നമ്മളുടെ കമ്മിങ് വീഡിയോസിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എവറി വീക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So until I see you with a different video, bye bye.